ഞാൻ ഇന്നലെ ഫ്ലിപ്കാർട്ട് പോലെ ഒന്ന് തോന്നിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം ഒന്ന് കണ്ടത്. സോ നമുക്കത് ഉണ്ടാക്കിയെടുത്താലോ? ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഫെയറി ലാമ്പും പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു പിക്ചറും ഇതുപോലത്തെ ഒരു ചെറിയ ബോക്സും വേണം കേട്ടോ. ടൂത്ത് പേസ്റ്റിന്റെ ബോക്സ് എടുത്താലും മതി. ആ ഫെയറി ലാമ്പിന്റെ സ്വിച്ച് വരുന്ന ഒരു കുഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് കവർ ചെയ്യുന്ന പോലെ ഞാൻ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഫുൾ ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇതുപോലത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ വാങ്ങാന്ന് പറഞ്ഞിട്ട് കാർട്ടിലിട്ട് വെക്കും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്നും വാങ്ങാൻ തോന്നില്ല. ഇത്രയല്ലേ ഉള്ളൂ, ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഉണ്ടാക്കലാണ് ഇപ്പം എന്റെ ഹോബി. ബട്ടർഫ്ലൈയുടെ പിക്ചർ ഉള്ളവർ അത് എടുത്താൽ മതി. എന്റെ കയ്യിൽ ബട്ടർഫ്ലൈയുടെ പിക്ചറും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഈ ബട്ടർഫ്ലൈക്ക് കൊടുക്കുന്ന കളറിനനുസരിച്ചിട്ട് ആ ലാമ്പിന്റെ കളർ ഷെയ്ഡ്സ് മാറി മാറി വരും. സോ ബട്ടർഫ്ലൈയുടെ കളർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ബട്ടർഫ്ലൈ വരയ്ക്കാൻ മാത്രമാണ് ഇത്തിരി ടൈം എടുത്തത്. ഓൾറെഡി ബട്ടർഫ്ലൈ ഉള്ളവർക്കാണെങ്കിൽ ഇത് ജസ്റ്റ് 2 മിനിറ്റ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിൾ ആണ് കേട്ടോ. ബട്ടർഫ്ലൈ വരച്ച ശേഷം നമ്മുടെ ഫെയറി ലാമ്പ് ഈ കാണുന്ന പോലെ ആ ബോക്സിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ലൈറ്റ് മുകളിൽ വരുന്ന പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലത്തെ തിൻ ബോക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വിച്ച് ഇതുപോലെ സൈഡിൽ കൂടെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അതിനായിട്ട് പ്രത്യേകിച്ച് ഹോളൊന്നും വിടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ എടുത്ത് ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കണ്ട, അതിന്റെ ഹെഡും ടെയിലും മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റ് ആയിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വാളിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ ലാമ്പ് റെഡി ആയിട്ടോ. ഈ ലാമ്പ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ കമന്റ്സ് ഒക്കെ കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ.